നമുക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ. ഒരാൾക്ക് പരിക്ക് പറ്റിയിരിക്കുക, അതെന്തായി, നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റിയില്ല. എനിക്ക് വിലക്കല്ലേ. പിന്നെ മനുഷ്യൻ എങ്ങനെയാ മനസമാധാനം ഉണ്ടാവുന്നത്? എങ്ങനെയാ കഴിക്കാൻ തോന്നുന്നേ? നവീന്റെ കൈമുറിഞ്ഞ കാര്യം ഗോപാലൻ എന്നോട് പറഞ്ഞു. നവീന്റെ കൈമുറിഞ്ഞ നിനക്കെന്താ? അത് നോക്കാനും പരിചരിക്കാനും ഒക്കെ അവിടെ ഗാഥയില്ലേ? വിട്ടുകൊടുത്തിട്ട് പോന്നതല്ലേ. ഇനി എന്തിനാ സങ്കടപ്പെടുന്നേ? ഞാൻ മാത്രല്ലല്ലോ, മനസ്സില് പലരും പലതും ഒളിച്ചു വെക്കുന്നില്ലേ. അതിന്റെ പേരില് കരയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നില്ലേ. എനിക്ക് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. അത് ഏത് വകയില്ല, അതിന്റെ അധികാരം എന്താ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സങ്കടപ്പെടാൻ തോന്നിയാ ഞാൻ സങ്കടപ്പെടും, എനിക്ക് കരയാൻ തോന്നിയാ ഞാൻ കരയും. അത് കാണാൻ സൗകര്യം ഇല്ലാത്തവര് എവിടെയെന്ന് വെച്ചപ്പോ. തങ്കം, ഇനി പോരെ. അവളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവഞ്ഞിട്ടൊന്നുമല്ല സുനന്ദേ. അവളുടെ മനസ്സ് മുഴുവനും നവീന്. അവക്കത് മറന്നു കളയാനൊന്നും പറ്റില്ല. പക്ഷെ വാക്ക് പാലിക്കണ്ടേ? സത്യസന്ധത കാണിച്ചില്ലേ പറ്റൂ. അതുകൊണ്ടൊക്കെ ഒരുക്കി കഴിയ പാവം. എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുഴങ്ങി പോകുന്നത് നമ്മൾ തന്നെയാ. കൃഷ്ണമോളുടെ അടുത്ത് ചെന്നിരുന്ന ഒരാശ്വാസ വാക്ക് എന്താ പറയാനുള്ളത്? ഒരിക്കലും ശരിയാവില്ലെന്ന് ഉറപ്പുള്ളൊരു കാര്യം ശരിയാവും പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമോ അതിനെ? കൃഷ്ണ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ. തങ്കം കഴിക്കാൻ വന്നേ. വേണ്ട ഗോപാല, അവള് പട്ടിണി കിടക്കുമ്പോ എനിക്കിറങ്ങില്ല. ആ സുനന്ദേ, നിങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്കുള്ളത് അവിടെ മൂടി വെച്ചിരുന്നാ മതി. കുറച്ച് കഴിയുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് കഴിപ്പിച്ചോളാം. കൂട്ടത്തിൽ ഞാനും കഴിച്ചോളാം. തങ്കേച്ചി, ഒറ്റയ്ക്കായി പോയാലേ അതിന്റെ ചങ്ക് തകർന്നു പോകും. മോളെ, എനിക്ക് വയ്യ അമ്മ. എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് കിട്ടിയ ശാപം തന്നെ ചുമക്കുന്നത്. ഒരു കാര്യമില്ലാതെ പഴി കേക്ക്, ഒരു കാര്യമില്ലാതെ വേദനിക്ക. പോട്ടെ മോളെ. കൃഷ്ണനാഥ